കന്യാസ്ത്രീകളുടെ മോചനത്തിൽ കേന്ദ്രവും ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും നൽകിയ ഉറപ്പ് പാഴായി. കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷയെ ഛത്തീസ്ഗഡ് സർക്കാർ NIA കോടതിയിൽ എതിർത്തു. വാദം പൂർത്തിയാക്കിയ ജാമ്യാപേക്ഷയിൽ കോടതി നാളെ വിധി പറയും. കഴിഞ്ഞ 8 ദിവസമായി ഛത്തീസ്ഗഡിലെ ദുർഗ് സെൻട്രൽ ജയിലിൽ കഴിയുകയാണ് സിസ്റ്റർ പ്രീതി മേരിയും സിസ്റ്റർ വന്ദന ഫ്രാൻസിസും. കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷയിൽ കേസ് ഡയറി ഹാജരാക്കിയതിന് പിന്നാലെയാണ് കോടതി വാദം കേട്ടത്. കന്യാസ്ത്രീകൾക്ക് ജാമ്യം നൽകിയാൽ മതപരിവർത്തനം ആവർത്തിക്കുമെന്ന് ബജംഗ്ദൾ അഭിഭാഷകൻ വാദിച്ചു. ബജംഗ്ദൾ ആരോപണത്തിനെതിരായ തെളിവുകൾ കന്യാസ്ത്രീകളുടെ അഭിഭാഷകർ ഹാജരാക്കി. പെൺകുട്ടികൾ പ്രായപൂർത്തിയായവരെന്ന് തെളിയിക്കുന്ന രേഖകളും ക്രിസ്തീയ വിശ്വാസികളാണെന്ന രേഖകളും മാതാപിതാക്കളുടെ മൊഴിയും നൽകി. അന്വേഷണം പ്രാരംഭഘട്ടത്തിലാണെന്നും അതിനാൽ ജാമ്യം നൽകരുതെന്നുമായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. क्या मटेरियल इनसे जब्त हुआ, क्या मटेरियल इनसे बरामद हुआ, किन आरोपों पे इनको रखा गया है और प्रोसिक्यूशन के पास क्या मटेरियल है इनको फिलहाल अभी कस्टडी में रखने के लिए. सबसे पहला रहता है कि किसी को बेल ना देने के लिए सबसे पहला जो कानून में आवश्यकता होती है कस्टोडियल इंट्रोगेशन. ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഉറപ്പ് പാഴായെന്ന് ജോൺ ബ്രിട്ടാസ് MP. പ്രോസിക്യൂഷൻ എതിർക്കില്ല, ഒരു കാരണവശാലും സംസ്ഥാനം ജാമ്യത്തെ ഒബ്ജക്റ്റ് ചെയ്യില്ല എന്നാണ് ഞങ്ങളോട് ആഭ്യന്തരമന്ത്രി പറഞ്ഞത്. അതായത് ഇന്ത്യയിലെ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വാക്കുകൾക്ക് വിലയില്ല എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? പ്രോസിക്യൂഷൻ ജാമ്യാപേക്ഷ എതിർത്തത് സ്വാഭാവിക നടപടിയെന്ന് BJP സംസ്ഥാന ഉപാധ്യക്ഷൻ ഷോൺ ജോർജ്. ഒരു സർക്കാരിന്റെ സ്വാഭാവിക നടപടി എന്ന നിലയിൽ, എന്നാൽ കേസിന്റെ ഇൻഗ്രീഡിയൻസിൽ ഇവർക്ക് ജാമ്യം കിട്ടാൻ പറ്റുന്ന കാര്യങ്ങൾ പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ള ആർഗ്യുമെന്റ്സിനെ ഒന്നും പ്രോസിക്യൂഷൻ എതിർത്തിട്ടില്ല. അതിനിടെ കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് PCCയുടെ നേതൃത്വത്തിൽ റായ്പൂരിൽ പ്രകടനം നടത്തി. ജയിലിൽ കഴിയുന്ന കന്യാസ്ത്രീകളെ UDF LDF നേതാക്കൾ ജയിലെത്തി സന്ദർശിച്ചു. ഇന്ന് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായി പ്രധാനമന്ത്രിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. എതിർത്തുവെങ്കിലും പ്രതിഭാഗമുന്നയിച്ച വാദങ്ങളും നിരത്തിയ തെളിവുകളും ഖണ്ഡിക്കാതിരുന്നത് പ്രതീക്ഷയാണ്. 8 ദിവസത്തെ കാരാഗ്രഹവാസത്തിന് ശേഷം മാലാഖമാർ പുറത്തിറങ്ങുമെന്ന വിധി നാളെ NIA പ്രത്യേക കോടതി പറയുമെന്ന ശുഭപ്രതീക്ഷ. ഛത്തീസ്ഗഡിൽ നിന്നും ജിജീന്ദ്രനൊപ്പം അജീഷ് ജയകുമാർ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.